ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നല്ലേ? നല്ല ചിക്കൻ ബിരിയാണിയാണ്. എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താലല്ലേ എന്ത് കാര്യവും അടിപൊളിയായിട്ട് കിട്ടണം. അതേപോലെ നമ്മൾ കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് നമ്മുടെ അടിപൊളി ബിരിയാണി റെസിപ്പി നമുക്ക് തയ്യാറാക്കിയാലോ? ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചീര, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്. ഞാൻ വേറെ പൊടികളൊന്നും എടുത്തിട്ടില്ല. ആകെ കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അരി ഞാൻ നേരത്തെ ഒരു അരമണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനും ഒരു അരമണിക്കൂറായിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാണ്. ഇതിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ കുഴച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് പൊരിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടി, മുന്തിരി, 1.5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്, നെയ്യ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ? ഞാൻ ഈ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും സവാളയും നന്നായിട്ട് കൂപ്പിച്ചെടുക്കാം. ഞാനിത് കശുവണ്ടി ഇട്ട് കൊടുക്കുവാണ്. ഇനി അതിലോട്ട് നമ്മുടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേസ്റ്റ് വരില്ല. ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സവാള പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ആയിട്ടില്ല. ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ അരി വേകാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇറച്ചി കുക്കറിലിട്ട് ഒരു വിസിലല്ല, ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആവി കളഞ്ഞെടുക്കണം. നമുക്കപ്പോൾ ഇത് ഇറച്ചി ഇതിലോട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി വേകാൻ വേണ്ടി വെക്കാം. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇറച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മുടെ ഇറച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കോല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരി അതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാവേ. നമ്മുടെ അരിത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറച്ചിയിൽ ആവി വന്നിട്ടില്ല കേട്ടോ. നമ്മൾ സവാളയ്ക്ക് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, സവാള, തക്കാളി എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചീര. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വഴന്നു തന്നെ. അപ്പോൾ ഇതേ കുക്കറിൽ
അങ്ങനെ വിസിൽ വന്ന പോലെ വന്നപ്പോൾ ഞാൻ ഫുൾ ആവി കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോകും. കണ്ട ഈ ഒരു പരിമാകുമ്പോഴത്തേക്കും നമ്മൾ ആവി കളഞ്ഞെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാതെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബിരിയാണിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അരി ഇവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടി അത്യാവശ്യം വിളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കനും അതിലോട്ട് കൊട്ടിക്കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് പയ്യേട്ടാ പൊടിഞ്ഞു പോകാതെ എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അരി എന്തോരം വെന്തിട്ടുണ്ടെന്ന് നോക്കാവേ. ഇപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റിക്കളയാം. നമ്മുടെ അരി ഇവിടെ പുഴുങ്ങി ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടാലോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ പൊരിച്ചു വരിക കശുവണ്ടി, മുന്തിരി, സവാള, പിന്നെ കുറച്ച് തൈര്, നെയ്യ്, പിന്നെ ഇത് കുറച്ച് റെഡ് ഫുഡ് കളറാണ്, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചീര എടുത്തിട്ടുണ്ട്. നമുക്ക് ദമ്മിട്ടാലോ. ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിച്ചീര ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കശുവണ്ടി, മുന്തിരി, സവാള പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാതെ. നമ്മുടെ റെഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് 2 ടീസ്പൂൺ തൈരും ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിളും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള അരിയും ചെയ്തെടുക്കാം. ഞാൻ ആദ്യത്തെ ലെയറിൽ ചെയ്തേക്കണ പോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ലെയറിലും ചെയ്തേക്കണം കേട്ടോ. ഇപ്പം ഞാൻ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഇതാക്കാം. കാരണം അടിയിൽ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ്. നമുക്കിനി 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവേ. ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബിരിയാണി ഇട്ട് കൊടുക്കുവാണ്.
ഇനി അതിലോട്ട് നമ്മുടെ കച്ചമ്പർ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല നാടൻ മാങ്ങ അച്ചാർ വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ഒരു മാറ്റി വെച്ചില്ലേ കുറച്ച് സവാള ഇതിൻ്റെ പുറത്തോട്ടാണ് ഇട്ട് കൊടുക്കാതെ കുറച്ച് കശുവണ്ടി ഇതിലും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ രണ്ട് പപ്പടവും കൂടി വെച്ചിട്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കണം. അടിപൊളിയാണേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ വീട്ടിൽ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.